ഭാരതീയ റെയിൽവേയുടെ ചരിത്രത്തിലെ അതിവേഗ വിപ്ലവമായ വന്ദേ ഭാരത് എക്സ്പ്രസും പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിൻ്റെ ഭാവി വാഗ്ദാനമായ ഹൈഡ്രജൻ ട്രെയിനുകളും ഇന്ന് വലിയ ചർച്ചാവിഷയമാണ്. വേഗതയുടെ കാര്യത്തിൽ വന്ദേ ഭാരത് കുതിച്ചു പായുമ്പോൾ മലിനീകരണമില്ലാത്ത ഇന്ധന സാങ്കേതിക വിദ്യയിലൂടെ ഹൈഡ്രജൻ ട്രെയിനുകൾ റെയിൽവേയുടെ പച്ചപ്പുള്ള മുഖമായി മാറുകയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവയിൽ ഏതാണ് കൂടുതൽ ഗുണകരമെന്നും ഇന്ത്യയുടെ ഭൂപ്രകൃതിക്കും സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ഏതാണ് അനുയോജ്യമെന്നും പരിശോധിക്കുന്നത് കൗതുകകരമായ ഒരു കാര്യമാണ്. രണ്ട് വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഈ രണ്ട് സാങ്കേതിക വിദ്യകളും ഇന്ത്യൻ റെയിൽവേയെ എങ്ങനെ മാറ്റിമറിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ നഗരങ്ങൾ തമ്മിലുള്ള യാത്രാസമയം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ട്രാക്കിലിറക്കിയത്. ഇതിനോടകം തന്നെ കേരളത്തിലടക്കം വലിയ തരംഗം സൃഷ്ടിച്ച വന്ദേ ഭാരത് ഒരു സെമി ഹൈസ്പീഡ് ഇലക്ട്രിക് ട്രെയിനാണ്. മണിക്കൂറിൽ 160 മുതൽ 180 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഈ ട്രെയിൻ പൂർണ്ണമായും വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് ഓടുന്ന റൂട്ടുകളിൽ വൈദ്യുതീകരണ സംവിധാനങ്ങൾ നിർബന്ധവുമാണ്. ആധുനിക ഇൻറ്റീരിയർ, ഓട്ടോമാറ്റിക് വാതിലുകൾ, GPS അധിഷ്ഠിത വിവര സംവിധാനങ്ങൾ എന്നിവ വന്ദേ ഭാരതിനെ ഒരു വിമാനയാത്രയ്ക്ക് സമാനമായ അനുഭവമാക്കി മാറ്റുന്നു. എന്നാൽ ഹൈഡ്രജൻ ട്രെയിനുകളുടെ കഥ തീർത്തും വ്യത്യസ്തമാണ്. വേഗതയേക്കാൾ ഉപരിയായി പ്രകൃതിയുടെ സംരക്ഷണത്തിനും സുസ്ഥിരമായ ഭാവിയിലേക്കുമാണ് ഈ ട്രെയിനുകൾ വഴി തുറക്കുന്നത്. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ട്രെയിനുകൾ പുറന്തള്ളുന്നത് വെറും നീരാവിയും വെള്ളവും മാത്രമാണ്. ഡീസൽ എഞ്ചിനുകൾ അന്തരീക്ഷത്തിലേക്ക് കലർത്തുന്ന വിഷപ്പുക ഇല്ലാതാക്കാൻ ഇതിലൂടെ സാധിക്കും. ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ ഇതിനോടകം വിജയകരമായി പ്രവർത്തിക്കുന്ന ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് വലിയൊരു ഊർജ്ജ വിപ്ലവത്തിനാണ് തിരികൊളുത്തുന്നത്. വേഗതയുടെ കാര്യത്തിൽ വന്ദേ ഭാരത് തന്നെയാണ് ഇപ്പോഴും രാജാവ്. വന്ദേ ഭാരത് മണിക്കൂറിൽ 160 കിലോമീറ്ററിലധികം വേഗത കൈവരിക്കുമ്പോൾ ഹൈഡ്രജൻ ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടങ്ങൾ ലക്ഷ്യമിടുന്നത് 140 മുതൽ 150 കിലോമീറ്റർ വരെയുള്ള വേഗതയാണ്. എങ്കിലും വന്ദേ ഭാരതിനേക്കാൾ വേഗത കുറവാണെങ്കിലും പരമ്പരാഗത ഡീസൽ എഞ്ചിനുകളേക്കാൾ വേഗതയും കാര്യക്ഷമതയും പുലർത്താൻ ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് സാധിക്കും. ജിന്ദ് സോണിപത്ത് റൂട്ടിലെ 90 കിലോമീറ്റർ ദൂരത്തിൽ ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഓടുമ്പോൾ ഇന്ത്യ ഈ സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന 5ാമത്തെ രാജ്യമായി മാറും. ഹൈഡ്രജൻ ട്രെയിനുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ ഇന്ധനക്ഷമതയും പരിസ്ഥിതി സൗഹൃദമായ പ്രവർത്തനവുമാണ്. 9 കിലോഗ്രാം വെള്ളത്തിൽ നിന്ന് 900 ഗ്രാം ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന അത്യാധുനിക ഇലക്ട്രോ കെമിക്കൽ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 3000 കിലോഗ്രാം ഹൈഡ്രജൻ വഹിക്കാൻ ശേഷിയുള്ള ടാങ്കുകളാണ് ഇതിലുണ്ടാവുക. ഓവർഹെഡ് ഇലക്ട്രിക് ലൈനുകൾ ഇല്ലാത്ത ഇടങ്ങളിലും ട്രെയിൻ സർവീസ് നടത്താൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം. വനമേഖലയിലൂടെയും മലയോര പാതകളിലൂടെയും കടന്നുപോകുന്ന പൈതൃക റെയിൽവേ റൂട്ടുകളിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ വരുന്നത് പ്രകൃതിക്ക് വലിയ അനുഗ്രഹമാകും. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് എന്ന പേരിൽ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയിലൂടെ രാജ്യത്തെ 8 പ്രധാന പൈതൃക റൂട്ടുകളിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിൽ ദക്ഷിണേന്ത്യക്കാർക്ക് ഏറ്റവും ആവേശകരമായ വാർത്ത നീലഗിരി മൗണ്ടൻ റെയിൽവേയിലെ മാറ്റമാണ്. മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെയുള്ള മനോഹരമായ പാതയിൽ പുകതുപ്പുന്ന എഞ്ചിനുകൾക്ക് പകരം നിശബ്ദമായി നീങ്ങുന്ന ഹൈഡ്രജൻ ട്രെയിനുകൾ എത്തുന്നതോടെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ ഉണർവ് ലഭിക്കും. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, കൽക്ക ഷിംല റൂട്ട് തുടങ്ങിയ ഇടങ്ങളിലും ഈ മാറ്റം ഉടൻ പ്രതീക്ഷിക്കാം. സാധാരണ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ട്രെയിനുകളും വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് നിറവേറ്റുന്നത്. ബിസിനസ് യാത്രക്കാർക്കും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടവർക്കും വന്ദേ ഭാരത് ഏറ്റവും മികച്ച ഓപ്ഷനായി തുടരും. എന്നാൽ വിനോദസഞ്ചാരത്തിനും പരിസ്ഥിതി സൗഹൃദമായ യാത്രകൾക്കും പ്രാധാന്യം നൽകുന്നവർക്ക് ഹൈഡ്രജൻ ട്രെയിനുകൾ ഒരു പുത്തൻ അനുഭവമായിരിക്കും. വന്ദേ മെട്രോ എന്ന പേരിൽ വരാനിരിക്കുന്ന ചെറിയ ദൂര സർവീസുകളിൽ ഹൈഡ്രജൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് നഗരങ്ങളിലെ വായു മലിനീകരണം കുറയ്ക്കാനും സഹായിക്കും. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിലും ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് വലിയ പങ്കുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കാൻ ഹരിത ഹൈഡ്രജൻ മിഷൻ സഹായിക്കും. 2030ഓടെ 50 ലക്ഷം മെട്രിക് ടൺ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ഹൈഡ്രജൻ ജലയാനം ഇതിനോടകം തന്നെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിക്കഴിഞ്ഞു. റെയിൽവേ കൂടി ഈ പാതയിലേക്ക് വരുന്നതോടെ ഗതാഗത മേഖലയിൽ കാർബൺ പുറന്തള്ളൽ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. സാങ്കേതികമായ വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വശമാണ്. ഹൈഡ്രജൻ ഉൽപ്പാദനത്തിലുള്ള ചെലവ് കൂടുതലാണെന്നതും പ്രത്യേക ഫില്ലിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കേണ്ടി വരുന്നതും റെയിൽവേ നേരിടുന്ന പ്രധാന കടമ്പകളാണ്. എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പരിസ്ഥിതിക്കുണ്ടാകുന്ന ലാഭം വളരെ വലുതാണ്. ഹരിയാനയിലെ ജിന്ദിൽ സ്ഥാപിച്ചിട്ടുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ഹൈഡ്രജൻ പ്ലാന്റ് ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാനുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. ഏകദേശം 2500 യാത്രക്കാരെ ഒരേ സമയം വഹിക്കാൻ ശേഷിയുള്ള ഈ ഹൈഡ്രജൻ ട്രെയിനുകൾ റെയിൽവേയുടെ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കാം. ചുരുക്കത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് നമ്മുടെ വേഗതയുടെ അടയാളമാണെങ്കിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ നമ്മുടെ വിവേകത്തിൻ്റെ അടയാളമാണ്. വേഗത്തിൽ ഓടി ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വന്ദേ ഭാരതും വരും തലമുറയ്ക്ക് ശുദ്ധവായു ഉറപ്പാക്കി യാത്ര ചെയ്യാൻ ഹൈഡ്രജൻ ട്രെയിനുകളും സജ്ജമാവുകയാണ്.
ഇന്ത്യൻ റെയിൽവേയുടെ ഈ ഇരട്ട വിപ്ലവം രാജ്യത്തെ ലോക റെയിൽവേ ഭൂപടത്തിൽ ഏറ്റവും മുൻനിരയിൽ എത്തിക്കുമെന്നത് ഉറപ്പാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മെച്ചപ്പെട്ട, സുരക്ഷിതമായ, ആധുനികമായ യാത്രാ സൗകര്യങ്ങളാണ് വരും വർഷങ്ങളിൽ കാത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.